മിക്കവാറും എല്ലാവരും ചോദിക്കാറുണ്ട് തീം കേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടുമോ, എങ്ങനെയാണ് തീം കേക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുമോ. അപ്പം മിക്കവാറും എനിക്ക് സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോകും. അങ്ങനെയൊക്കെയാണ് വീഡിയോ ഇങ്ങനെയൊക്കെ അലൂലത്തായി പോകും, പിന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കൊണ്ട് ഫോട്ടോ മാത്രമായിട്ടിടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ഇന്ന് വീഡിയോ എടുത്തേക്കാം എന്ന് വെച്ചപ്പോഴാണ് ഒരുത്തി ഇടയ്ക്ക് കയറി വന്ന് കുളമാക്കാൻ നോക്കിയത്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണെന്ന് നോക്കാം. ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. ഇതിവിടെ എനിക്ക് എടപ്പള്ളിയിൽ നിന്ന് തന്നെ വന്നൊരു ഓർഡറാണ്. അപ്പോൾ ഈ മോളുടെ പിക്ചർ തന്നിട്ട് ഇതേപോലെ കേക്കിൻ്റെ മേളിൽ മോളെ വെച്ചിട്ട് ഒരു കേക്ക് ചെയ്ത് തരാമോ എന്നാണ് മോളുടെ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഫ്ലേവേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചു. ബാക്കിയെല്ലാം നമ്മുടെ തന്നെ ഇഷ്ടത്തിന് ചെയ്തോ, ഡിസൈൻസ് എല്ലാം ചെയ്തോ എന്ന് പറഞ്ഞു. നമ്മൾ അവരുമായിട്ട് എല്ലാം സംസാരിച്ച് ആദ്യം തന്നെ എല്ലാം സംസാരിക്കുക, എന്താണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്ന്. ചിലർ പറയും നമ്മളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കോ, പെർഫെക്റ്റ് ആയാൽ മതി എന്ന് പറയും. മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ചിലർ അവർക്ക് കറക്റ്റായിട്ടൊരു ഡിസൈൻ മനസ്സിലുണ്ടായിരിക്കും, അത് ചെയ്യാൻ പറയും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീർത്തിയുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്തു, നന്നായിട്ടുണ്ടായാൽ മതി, ലാസ്റ്റ് നല്ല ഭംഗിക്ക് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കേക്ക് ഒരു 3-4 ലെയറായിട്ട് കേക്ക് കൊടുത്തു. വനില ബ്ലൂബെറി ആയിരുന്നു നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂബെറി ക്രഷൊക്കെ ഞാനിങ്ങനെ വീട്ടിൽ ചെയ്തെടുത്തു. പിന്നെ വനില സ്പോഞ്ചായിരുന്നു. ക്രീമാണെങ്കിലും വനില തന്നെയായിരുന്നു, വനില ഫ്ലേവറാണ് ക്രീം കൊടുത്തത്. അപ്പോൾ മുകളിൽ വെക്കുന്ന ആ ഒരു ഡോളിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഗ്രീൻ കളർ കൊടുത്തു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വരെ ഞാൻ ആ കേക്കിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തലേ ദിവസമാണ് എനിക്ക് ഓർഡർ വന്നത്. അപ്പോൾ പെട്ടെന്ന് പിറ്റേ ദിവസം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ധൃതി പിടിച്ചാണ് ഞാൻ ചെയ്തത്. അല്ല നേരത്തെ തന്നെ ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കും. കാരണം നമുക്ക് വേറെ ബനാന കേക്കും പ്ലം കേക്ക്സിൻ്റെയും പിന്നെ കുക്കീസിൻ്റെയും ഒക്കെ ഓർഡർ വരുമ്പോഴേക്കും എല്ലാം കൂടെ ക്ലാഷ് ആകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും നമ്മൾ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ടാണ് ഓരോ വർക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീം കേക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും നമ്മൾ ഓരോ തവണയും ഇങ്ങനെ യൂണീക്കായിട്ടല്ലേ ചെയ്യുന്നത്. ഓരോ തവണയും ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു ഇഷ്ടമാണ് ഇങ്ങനെ തീം കേക്ക്സ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റിലത്തെ ആ ഒരു ഇത് വരുന്നതും പിന്നെ കസ്റ്റമറിന് കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു സന്തോഷം കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് രാത്രി ആയിരുന്നു ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ. മറ്റ് വർക്കുകളെല്ലാം ചെയ്തിട്ട് പിറ്റേ ദിവസം ഇത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ളത് ആയതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയായിരുന്നു. അപ്പം ഇത് ക്രം കോട്ടും ക്രീമും ഒക്കെ ടോപ്പ് കോട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുമല്ലോ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ. ബട്ടർ ക്രീം അല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ ഫ്രഷ് ക്രീം കേക്ക് എനിക്കൊരു ഇച്ചിരി പേടിയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരേക്കൊക്കെ കൊടുത്തു വിടുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ദൂരം ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയാണ് ചരിയുമോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ നല്ല ഫ്രീസ് ചെയ്യും കുറേ നേരത്തേക്കെങ്കിലും, ഒരു മിനിമം ഒരു 2 hours എങ്കിലും ഫ്രീസ് ചെയ്തിട്ടാണ് കൊടുത്തു വിടുന്നത്. കാരണം ഇത് ചരിയാനോ മറിയാനോ ഒന്നും ഒരു ചാൻസ് ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ച്. അപ്പോൾ ഞാൻ അതേ ഫോട്ടോ നോക്കി ആ വാവയെ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ ഫോണ്ടൻറ്റിൽ ചെയ്ത് നേരത്തെ വെച്ചു, കാരണം എനിക്ക് നല്ല തിരക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ കിട്ടിയ ഒരു ഇടവേള സമയങ്ങളിൽ ഞാൻ പെട്ടെന്ന് അതെല്ലാം നോക്കി ചെയ്തു വെച്ചു. പിന്നെ കേക്ക് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്, കണ്ടില്ലേ. അത് നമ്മൾ അതിനെ കുത്തിയിറക്കി വെക്കുമ്പോഴേ അറിയാം കേക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം വെച്ചു. പിന്നെ ഇതുപോലുള്ള ലില്ലി പൂക്കൾ അതെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയാക്കി. ഇതിപ്പോൾ ഫ്രഷ് ക്രീം കേക്കാണ്. ഫ്രഷ് ക്രീം കേക്കിൽ ഫോണ്ടൻറ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോഴും അതും ഒരു റിസ്ക്കാണ് സംഭവം. ചിലപ്പോൾ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റ് അല്ലേ, എപ്പോഴും AC അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിൽ ഇരിക്കുമ്പോഴാണ് കേക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചൂടിനനുസരിച്ചിട്ടും പിന്നെ പുറത്തേക്ക് നമ്മൾ കൊടുത്തയക്കുന്ന ടൈമിലുമൊക്കെ ഇത് മെൽറ്റാവോ, ഇത് താഴെ പോവോ എന്നൊക്കെ എനിക്ക് നല്ല പേടിയാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ശ്രദ്ധിച്ചേ ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. മോള് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ഭംഗി എനിക്ക് തന്നെ തോന്നി. ഞാൻ ഓരോ വർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.